നമസ്കാരം. ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിലെ തങ്ങളുടെ ആദ്യ വിജയമെന്ന സുവർണ നേട്ടം കാനഡ സ്വന്തമാക്കിയെങ്കിലും ആ ആഘോഷങ്ങൾക്ക് കരുനിഴൽ വീഴ്ത്തി സൂപ്പർ താരം ഇസ്മയിൽ കോനെയുടെ കരിയർ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന അതിദാരുണമായ പരിക്ക്. ഗ്രൂപ്പ് ബിയിൽ ഖത്തറിനെ എതിരില്ലാത്ത 6 ഗോളുകൾക്ക് തകർത്തുവിട്ട മത്സരത്തിലാണ് കനേഡിയൻ മധ്യനിരയുടെ നെടുംതൂണായ കോനെയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത്. മൈതാനത്ത് വേദന കൊണ്ട് പിടഞ്ഞ താരത്തെ കണ്ട് കാനഡയുടെ സഹപരിശീലകൻ 4ാം ഒഫീഷ്യലിനോട് അവന്റെ കാൽ വേർപെട്ട നിലയിലാണെന്ന് നിലവിളിച്ചുകൊണ്ട് ഓടിയെടുത്തത് വാൻകൂവർ സ്റ്റേഡിയത്തെ ആകെ വിറങ്ങലിപ്പിച്ചു. കാനഡയെ സംബന്ധിച്ചിടത്തോളം വിജയം ചരിത്രപരമാണെങ്കിലും അവരുടെ ലോകകപ്പ് പ്രയാണത്തിന് വലിയൊരു തിരിച്ചടിയാണ് കോനെയുടെ പരിക്ക്. ആദ്യ മത്സരത്തിൽ ബോസ്നിയക്കെതിരെ കാനഡയുടെ ഏറ്റവും മികച്ച താരമായി മാറിയത് ഈ മധ്യനിര ജനറലായിരുന്നു. ഇനി വാൻകൂവറിൽ വെച്ച് ശക്തരായ സ്വിറ്റ്സർലൻഡുമായിട്ടാണ് കാനഡയുടെ അടുത്ത ഗ്രൂപ്പ് മത്സരം. 2 ടീമുകൾക്കും നിലവിൽ 4 പോയിന്റുകൾ വീതമുള്ളതിനാൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ നിശ്ചയിക്കുന്നതിൽ ഈ പോരാട്ടം നിർണായകമാകും. കോനെയുടെ അഭാവത്തിൽ കാനഡയുടെ മധ്യനിര എങ്ങനെ സ്വിസ് പടയെ നേരിടും എന്നത് അവരുടെ നോക്കൌട്ട് സാധ്യതകളെ വലിയ രീതിയിൽ സ്വാധീനിക്കും. കാനഡയുമായുള്ള മത്സരത്തിന്റെ 51ാം മിനിറ്റിലായിരുന്നു ഫുട്ബോൾ ലോകത്തെ ആകെ കണ്ണീരിലാഴ്ത്തിയ ക്രൂരമായ ഫൗൾ നടന്നത്. ഖത്തർ പകുതിയിൽ വെച്ച് പന്ത് സ്വീകരിച്ച സഹതാരത്തിന് കൈമാറാൻ ശ്രമിക്കുകയായിരുന്ന 24-കാരനായ കോനെയെ ഖത്തർ താരം അസീം മദീബോ പിന്നിൽ നിന്നും അതിക്രൂരമായി സ്ലൈഡ് ചെയ്ത് വീഴ്ത്തുകയായിരുന്നു. മദീബോയുടെ ഇടതുകാൽ കോനെയുടെ കാലിൽ ശക്തമായി ഇടിച്ചതോടെ താരം മൈതാനത്ത് തെറിച്ചു വീണു. അസ്ഥി ഒഴിയുന്ന ഭീകരമായ ശബ്ദം തനിക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നുവെന്ന് കാനഡയുടെ മുഖ്യ പരിശീലകൻ ജെസി മാർഷ് പിന്നീട് വാർത്താ സമ്മേളനത്തിൽ അങ്ങേയറ്റത്തെ വേദനയോടെ വെളിപ്പെടുത്തി. ഈ മാരകമായ ഫൗൾ നടന്നതിന് തൊട്ടു പിന്നാലെ ഇരു ടീമുകളുടെയും കളിക്കാരും പരിശീലകരും തമ്മിൽ മൈതാനത്തും സൈഡ് ബെഞ്ചിലും വലിയ തോതിൽ വാഗ്വാദവും കയ്യാങ്കളിയും ഉണ്ടായി. പരിക്കേറ്റ് കിടന്ന കോനെയെ കണ്ട കനേഡിയൻ പ്രതിരോധ താരം റിച്ചി ലാരിക്ക് നിയന്ത്രണം നഷ്ടപ്പെടുകയും ഖത്തർ താരങ്ങൾക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് പാഞ്ഞെടുക്കുകയും ചെയ്തു. സഹതാരത്തിന്റെ പരിക്ക് കണ്ട് മിഡ്ഫീൽഡർ ജൊനാഥൻ ഡേവിഡ് സ്തബ്ധരായി നിന്നപ്പോൾ 20-കാരനായ പ്രതിരോധ താരം ലൂക്ക് ഡി ഫൗഗെറോൾസ് മൈതാനത്ത് പൊട്ടിക്കറിഞ്ഞു. ഗോൾ കീപ്പർ മാക്സിം കെപ്രോയാണ് കണ്ണീരണിഞ്ഞ് യുവതാരത്തെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചത്. മൈതാനത്തേക്ക് അടിയന്തരമായി പാഞ്ഞെത്തിയ മെഡിക്കൽ സംഘം കോനെയുടെ ഇടതുകാലിൽ വായു നിറച്ച പ്രത്യേക സുരക്ഷാ കവചം ഘടിപ്പിക്കുകയും ഓക്സിജൻ മാസ്ക് ധരിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് സ്ട്രെച്ചറിലാണ് താരത്തെ മൈതാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോയത്. കടുത്ത വേദനയ്ക്കിടയിലും വാൻകൂവർ സ്റ്റേഡിയത്തിൽ തഴിച്ചുകൂടിയ 10,000-കണക്കിന് കാണികൾ തന്റെ പേര് ഉറക്കെ വിളിച്ചു ചൊല്ലിയപ്പോൾ കൈകൾ വീശി നന്ദി പ്രകടിപ്പിക്കാൻ കോനെ മറന്നില്ല. മത്സരത്തിന് ശേഷം ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കായി തയ്യാറെടുക്കുന്ന കോനെയ്ക്കൊപ്പമുള്ള ചിത്രം സഹതാരം മോയിസ് ബൊംബിറ്റോ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. കളിയിലെ അച്ചടക്കത്തെയും റഫറിങ്ങിലെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഈ സംഭവത്തിന് പിന്നാലെയുള്ള നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. കാനഡ താരത്തിന്റെ കരിയർ നശിപ്പിക്കാൻ പോന്ന ഫൗൾ ചെയ്തിട്ടും റഫറി ഖത്തർ താരം മദീബോയ്ക്ക് ആദ്യം മഞ്ഞക്കാർഡ് മാത്രമാണ് നൽകിയത്. ഇതിൽ കടുത്ത അമർഷം രേഖപ്പെടുത്തിയ കാനഡ ബെഞ്ച് ശക്തമായി പ്രതിഷേധിച്ചു. ഒടുവിൽ വീഡിയോ അസിസ്റ്റന്റ് റഫറിയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷമാണ് റഫറി തീരുമാനം തിരുത്തി മദീബോയ്ക്ക് ചുവപ്പ് കാർഡ് നൽകിയത്. തന്റെ പിഴവിൽ അങ്ങേയറ്റം വിഷമിച്ച് തലയിൽ കൈവച്ചു നിന്ന മദീബോ കണ്ണീരോടെയാണ് 53ാം മിനിറ്റിൽ കളമിട്ടത്. ഈ ചുവപ്പ് കാർഡ് കൂടിയതോടെ ഖത്തർ 9 പേരായി ചുരുങ്ങിയിരുന്നു. 1ാം പകുതിയിൽ തന്നെ ഖത്തറിന്റെ ഹുമാം അഹമ്മദ് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തുപോയിരുന്നു. ആദ്യ പകുതിയിൽ തന്നെ കാനഡ കളം നിറഞ്ഞും കളിച്ചിരുന്നു. 16ാം മിനിറ്റിൽ സിലാരിൻ നേടിയ ഗോളിലൂടെ കാനഡ മുന്നിലെത്തി. പിന്നീട് ജൊനാഥൻ ഡേവിഡിന്റെ മികച്ച 2 ഗോളുകൾ കൂടിയായതോടെ ആദ്യ പകുതിയിൽ തന്നെ കാനഡ 3-0 എന്ന ശക്തമായ ലീഡ് സ്വന്തമാക്കിയിരുന്നു. മത്സരത്തിന്റെ കളി തിരിച്ചുവിടാൻ ഖത്തർ ശ്രമിച്ചെങ്കിലും തുടർച്ചയായ ചുവപ്പ് കാർഡുകൾ അവരുടെ പ്രതിരോധ തന്ത്രങ്ങളെ പൂർണ്ണമായും തകർത്തു. കോനെയ്ക്ക് പകരക്കാരനായി മൈതാനത്തിറങ്ങിയ നഥാൻ സാലിബ 64ാം മിനിറ്റിൽ കാനഡയുടെ 4ാം ഗോൾ നേടി. ഒരു ഫ്രീ വഴിയിലൂടെയാണ് സാലിബ ലക്ഷ്യം കണ്ടത്. ഗോൾ നേട്ടത്തിന് ശേഷം സാലിബ നേരെ സൈഡ് ബെഞ്ചിലേക്ക് ഓടിയെത്തുകയും കോനയുടെ 8ാം നമ്പർ ജേഴ്സി വാങ്ങി വാൻകൂവർ കാണികൾക്ക് നേരെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. അപ്രതീക്ഷിത ദുരന്തത്തിൽ തളർന്നുപോയ ടീമിന് മുന്നോട്ട് പോകാൻ ഈ ഗോൾ വലിയ ഊർജ്ജമാണ് നൽകിയത്.